ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിലൂടെ പ്രഥമ ഊത്തങ്ങോട് ഊതുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും ആ ഊത്തിലൂടെ തന്നെ പേടിക്കുകയാണ്. ഏഴ് ആകാശങ്ങളിലും ഏഴ് ഭൂമികളിലും അടിത്തട്ടിലുള്ളവരും ആ കുരാതമാകുന്ന ശബ്ദം കേട്ടുകൊണ്ട് ആ ഭീകരമാകുന്ന കോലാഹലത്താൽ പേടിക്കമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണത്. കഴിഞ്ഞ ദിവസം ദീപാവലി അതിൻ്റെ ഒരു പടക്കം പൊട്ടുന്ന കേട്ടുമ്പോഴേ ഞെട്ടുന്ന നമ്മൾ ഞെട്ടാതിരിക്കുമോ? ഉറപ്പല്ലേ? ഞെട്ടും ഉറപ്പാണ്. കാരണം എന്താണ് സൂറെന്ന കാഹളം? എന്താണ് സൂർ? നീ മനസ്സിലാക്കിയതുപോലെ ഏതെങ്കിലും ഒരു ശംഖ് കൊണ്ടുവന്ന് ഉള്ള ഊത്തല്ല. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മസ്സൂർ എന്താണ് നബിയേ? സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? ചോമ്പാലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാരെ കാതുകൊടുത്തുകൊണ്ട് കേൾക്കണേ. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, മസ്സൂറു യാ റസൂലല്ലാഹ്, നബിയേ ലോകാവസാനത്തിന് ഊതുന്നതായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നതായ സൂറെന്ന കാഹളം എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ഹുവ ഖറുനും മിൻ നൂർ, അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ, പ്രകാശത്താലുള്ള കുഴലാണ്. വല്ലദീ നഫ്സി ബിയദിഹി വഅലമു ദാഇറത്തിൽ ഖർൻ, എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വഅലമു ദാഇറത്തിൽ ഖർൻ, ആ സൂറെന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, ഏഴാനാകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള കുഴലാണ് സ്വഹാബ. ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ. 16,15,15,000 കിലോമീറ്ററുകൾ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്നതായ സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്തിന്റെ കുഴലാണ്. ആ കുഴലിലൂടെയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. വഅലമു ദാഇറത്തിൽ ഖർൻ, ആ സൂറെന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, കഅർളിസ് സമാഇ വൽ അർള്, ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്തിന്റെ കുഴലാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? പ്രകാശത്താലുള്ള കുഴൽ, അതിൻ്റെ വലിപ്പോ ഏഴാം ആകാശത്തിൻ്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് സൂറെന്ന കാഹളം. അപ്പോൾ പിന്നെ ഊതിയാൽ ആർക്കെങ്കിലും കേൾക്കാതിരിക്കുമോ? ഇല്ല, എല്ലാവരുടെയും ചെവി അടിച്ചു പോകും. കാരണം എന്തുകൊണ്ട്? ഫുള്ള് നിറഞ്ഞു നിൽക്കാൻ ഏഴാം ആകാശത്തിൻ്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താലുള്ള ഒരു കുഴലാണ് എന്ത്? സൂറെന്ന കാഹളം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ്, 7 ആകാശങ്ങളും ഭൂമിയും പടച്ചിട്ട് മൂന്നാമതായി അല്ലാഹു ഈ ലോകത്ത് പടച്ചത് ഖലഖസൂർ, സൂർ എന്ന കാഹളത്തെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഈ ആകാശങ്ങളെ തകർക്കാൻ ഈ സൂറ് വേണം? ഈ അനന്തകോടി നക്ഷത്ര താരകങ്ങളെ തകർക്കാൻ, ഈ സൗരയുധങ്ങളെ തകർക്കാൻ, ഈ വാൽനക്ഷത്രങ്ങളെ തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഈ സൂര്യനെ തകർക്കാൻ, ഈ ചന്ദ്രങ്ങളെ തകർക്കാൻ ഈ സൂറ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ട് മൂന്നാമതായി പടച്ചത് സൂറിനെയാണ്, സൂറെന്ന കാഹളത്തെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ അത്ഇമോ, എങ്ങനെ ഭക്ഷണം കഴിക്കും സ്വഹാബ? എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ പാനീയങ്ങൾ കുടിക്കും? വസാഹിബുൽ ഖറനി ഖദിൽ തഖമൽ ഖറന വഹവാ ജബ്ഹതഹു വഅസ്ഗാ സമഅഹു ഇലൽ അർശി മതാ യുഅമറു ബിന്നഫഖാ. അർശിൻ്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക് തൻ്റെ കർണപുടത്തെ സാഗൂതം ചൊലുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം വായിൽ, അദ്ദേഹത്തിൻ്റെ വായിൽ സൂറന്ന കാഹളം ഘടിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് പടച്ച റബ്ബ് ഊതാൻ വേണ്ടി കൽപ്പിക്കുക? റെഡിയായി കാത്തിരിക്കുകയാണ്. റബ്ബിൻ്റെ കൽപ്പന കിട്ടാൻ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തെ സൃഷ്ടിച്ചത് മുതൽക്ക് വായിൽ ഘടിപ്പിച്ചുകൊണ്ട് കാത്തിരിക്കവേ എങ്ങനെയാണ് ഈ ദുന്യാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ ഭക്ഷണം കഴിക്കും? നബി ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ വെള്ളം കുടിക്കും? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന, ആസ്വദിച്ച് കുടിക്കാൻ പറ്റൂലടോ. കാരണം സൂറെന്ന കാഹളത്തെ സൃഷ്ടിച്ചത് മുതൽക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം അതിനെ വായിൽ ഘടിപ്പിച്ച് കാത്തിരിക്കുകയാണ്. അള്ളാഹു ഊതാൻ വേണ്ടി പറയാൻ വേണ്ടി നോക്കിയിരിക്കാൻ, പറഞ്ഞ അപ്പോൾ ഊതും. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന വേളയിലും ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ വായിൽ എന്തുണ്ട്? സൂറെന്ന കാഹളമുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലായില്ലേ? ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. അവിശ്വാസികളായ ആളുകൾ ലോകാവസാനം ദൂരെയാണെന്നവർ പറയുന്നു. പക്ഷേ നാം ആ ലോകാവസാനത്തെ അടുത്ത് കാണുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അവിശ്വാസികൾ പറയും അങ്ങനെയൊന്നും ഇല്ല, ലോകം അവസാനിക്കുക. ആര് പറഞ്ഞതാണ്? അങ്ങനെയാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോകം അവസാനിക്കൂല, ഈ സൂര്യനും ചന്ദ്രനും ഒന്നും അവസാനം ഇല്ല എന്നാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ചന്ദ്രയാൻ 3 പോയി ചന്ദ്രനിൽ കാലുകുത്തി. അതിന് നേതൃത്വം കൂടെ ISROയുടെ ചെയർമാനോട് ചോദിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയ, അദ്ദേഹത്തോടൊരു മീഡിയ അവതാരകൻ ചോദിച്ചു, ഒരു വിഭാഗം ആളുകൾ ലോകം അവസാനിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മളെ കളിയാക്കാനാണ് ചോദിച്ചത്. ഒരു വിഭാഗം ആളുകൾ ലോകം തീരും, ഈ ചന്ദ്രൻ അണയും, ഈ സൂര്യനുമൊക്കെ ഇല്ലാതാകുമെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ 2023 വാസ്തവമാണോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി തന്നെയാണ്. ഈ അനന്തകോടി നക്ഷത്ര താരകങ്ങളും ഇല്ലാതാകും, ഞങ്ങൾ ചെന്നിറങ്ങിയ ചന്ദ്രനും ഇല്ലാതാവും. അത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നശിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രം വരെ ഇപ്പോൾ പറയുന്നു ഇതൊക്കെ തീരാൻ പോവാണ് കേട്ടോ, ഒക്കെ അണയാൻ പോവാണ്.
ചന്ദ്രനിൽ മനുഷ്യൻ ഇപ്പോഴും സ്ഥലം വാങ്ങിക്കൂട്ടുകയാണ്. 2045 രൂപ അല്ലെങ്കിൽ 2500 രൂപ കൊടുത്താൽ 1 ഏക്കർ സ്ഥലം ചന്ദ്രനിൽ കിട്ടും. ഇപ്പോൾ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്മായിൽ വാങ്ങിച്ചോ? ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ. 2500 രൂപ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? ചന്ദ്രനിൽ 1 ഏക്കർ സ്ഥലം താമസിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇവിടെ എത്ര കിട്ടുമോ? എത്രയുണ്ട് സെന്റിന് വില? ഇപ്പം എത്രയാണ്? 2 ലക്ഷം 3 ലക്ഷം അല്ലേ? അവിടെ 2500 രൂപ എടുത്ത സ്ഥലം കിട്ടും, 1 ഏക്കർ. ആളുകളിപ്പോൾ ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ. പക്ഷെ ആ ചന്ദ്രനും തകരും, ഇല്ലാതാവുമെന്ന് ശാസ്ത്രം ഇപ്പോൾ വിധി എഴുതി. നേരത്തെ ശാസ്ത്രം പറയുന്നതാണ് എല്ലാവർക്കും വലിയ സംഭവം. ഇപ്പം ശാസ്ത്രം പറഞ്ഞപ്പോഴാണ് എല്ലാം മനസ്സിലാകാൻ തുടങ്ങിയത്. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു, കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ 1-ാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോൾ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും പേടിക്കുകയാണ്. സർവരും അല്ലാഹുവിലേക്ക് പേടിച്ചുകൊണ്ട് നിലകൊള്ളുമത്രേ. വകുല്ലുൻ അതോഹു ദാഖിരീൻ. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുക, അള്ളാഹ് ഉസ്താദ്മാർ പറഞ്ഞത് ശരിയാണല്ലോ. ഇങ്ങനെ ലോകം അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ കളിതമാശയായിട്ട് നടന്നിരുന്നു, അശ്രദ്ധനായി നടന്നിരുന്നു. ഇപ്പം ഇതാ കൺമുന്നിൽ കാണുകയാണ്, ഭീകരമായ ശബ്ദത്തിൻ്റെ കോലാഹലത്താൽ ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅ ശൈഉൻ അളീം യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ ആമുഖത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ. കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, സിനിമ കാണല്ലേ, സീരിയൽ ദർശിക്കല്ലേ. കാരണം ഈ ലോകം നശ്വര. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നാം മരിക്കേണ്ടവരാണ്. 60-70 വയസ്സ് മാത്രമാണ് നമുക്ക് ഈ ദുനിയാവിലുള്ളത്. ഇവിടെ കളി തമാശയിൽ ഏർപ്പെട്ടു പോയാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം പ്രയാസകരമാണ്. ഖബർ പ്രയാസമാണ്, മഹ്ശറ ബുദ്ധിമുട്ടാണ്, നരകത്തിലേക്ക് എറിയപ്പെടും തീർച്ചയാണ്. ഇവിടെ നിസ്കരിച്ചെങ്കിലേ ഇനി അങ്ങോട്ടുള്ള ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ ഇബാദത്ത് എടുത്തെങ്കിലേ ഇനി അങ്ങോട്ടുള്ള ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ മോശപ്പെട്ട തലത്തിലേക്ക് പോകല്ലേ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിളിക്കുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ എന്നാണ്. കാരണം നമസ്കാരത്തിനല്ല ഈ വിളിക്കുന്നത്, നോമ്പിനല്ല ഈ വിളിക്കുന്നത്, സക്കാത്തിനുള്ള വിളിയല്ല, ഇത് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാനുള്ള വിളിയല്ല, ഇത് ലോകാവസാനത്തിന്റെ വിളിനാഥമാണ്. ഇത് ലോകത്തുള്ള സർവർക്കും വന്ന് മൂടുന്ന വിപത്താണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, മാനവകുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ. പടച്ച റബ്ബിനെ പേടിയില്ലാതെ എനിക്ക് നരകത്തെ പേടിയില്ല, എനിക്കതാ ഖബറിൽ ഭയപ്പാടില്ല. എന്നെ നരകത്തിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് ഈ ദുനിയാവിൽ കള്ള് ഷാപ്പിലേക്ക് പോകുന്ന ചെറുപ്പക്കാരില്ലേ, ബീവറേജിലേക്ക് പോകുന്ന മക്കളില്ലേ, സിനിമ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന മക്കളില്ലേ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ
വൈകുന്നേരയാമങ്ങളെ മഞ്ഞളിപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, കാമുകന്മാരുമായി ഏതെങ്കിലും കടപ്പുറത്തിന്റെ കാകുന്ന മറയിൽ ഏതെങ്കിലും ഫൈബറിന്റെ പുറകിൽ പോയിരുന്ന്, വള്ളത്തിന്റെ പുറകിൽ പോയിരുന്ന് രസാനുഭൂതിയിൽ ഏർപ്പെടുന്നതായ ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാരികളില്ലേ, തൗബ ചെയ്യണേ സഹോദരാ, തൗബ ചെയ്യണേ പൊന്നുമോളെ, ഇല്ലെങ്കിൽ അദാബാണ്, അദാബാണ്. അല്ലാഹ് പറയുകയാണ്, ഇന്ന സൽസലത സാഅ ശൈഉൻ അളീം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെയുള്ള ഒന്നാമത്തെ ഊത്ത് തന്നെ ഭയാനകമാണ്, ഭയാനകമാണ്. യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ ദൂരേക്ക് വലിച്ചെറിയമേ ആ ഊത്തിന്റെ കാഠിന്യത്താലെന്ന് വിശുദ്ധമായ ഖുർആൻ. നഊദു ബില്ലാഹ്. കരയുന്ന കുഞ്ഞിനെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് തൻ്റെ കുഞ്ഞിന്റെ ഇളങ്കാല് പിടിച്ചുകൊണ്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് നഫ്സി നഫ്സി, എൻ്റെ ശരീരമേ, എൻ്റെ ആത്മാവേ എന്ന് വിലപിച്ച് സ്വന്തം കാര്യം നോക്കി ഓടുന്ന രംഗമാണ് ലോകാവസാനമെന്ന് വിശുദ്ധമായ ഖുർആൻ. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. അല്ലാഹു പറയുകയാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ് ഉറപ്പെടുത്തുകയാണ്, നബിയെ തങ്ങൾക്ക് അന്ന് കാണാൻ സാധിക്കും ഗർഭിണികളായ സഹോദരിമാർ 6 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അവർ പ്രസവിച്ച് പോകുകയാണ്. ഈ വലിയ ഭീകരമായ ശബ്ദം കേട്ടുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിൻ്റെതാകുന്ന ആഘാതത്താൽ ഗർഭിണികളാകുന്ന സഹോദരിമാര് പ്രസവിച്ച് പോകുകയാണ്. പേടിക്കുകയാണ്, പേടിക്കുകയാണ്, വിറയ്ക്കുകയാണ്, വിറയ്ക്കുകയാണ്. അമ്പരചുംബികളായ മണിമേടുകൾ വെച്ച് ഉല്ലസിച്ചവരല്ലേ, മാളിക സൗധങ്ങൾ പണിതവരല്ലേ, പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാതെ ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലേ, സിനിമ കണ്ടുകൊണ്ട് നടന്നവളല്ലേ, റീൽസുകൾ കളിച്ചുകൊണ്ട് നടന്നവനല്ലേ, ക്യാമ്പസിൽ പഠിക്കുന്ന കൂട്ടുകാരുമായി പ്രണയിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വേദനിപ്പിച്ചതായ മകളല്ലേ, ലെസ്ബിയനായി നടന്നവളല്ലേ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് എനിക്കെന്നെ കൂട്ടുകാരി വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിയില്ലേ, മാറിയില്ലേ. നാളെ അള്ളാന്റെ ദർബാറിൽ നിന്നെ കാണുകയാണ്, കാണുകയാണ്. ഭ്രാന്ത് പിടിച്ചവളെ പോലെ ഭ്രാന്തിയായിട്ട് ഓടുകയാണ്, ഓടുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായവനെ പോലെ നബിയെ തങ്ങൾ കാളുകളെ കാണാൻ സാധിക്കും. എന്നാൽ അവരാരും കള്ളു കുടിച്ചിട്ട് ലക്കും ലഗാനും പോയവരല്ല. പക്ഷെ അള്ളാഹുവിന്റെ അദാബ് ഓർത്തുകൊണ്ട് അവർ പേടിച്ചുകൊണ്ട് ഈ രീതിയിലായി പോയതാണ്. വലാകിൻ അദാബല്ലാഹി ശദീദ്. നിസ്കരിക്കാത്തവനുള്ള അദാബ്, നോമ്പ് പിടിക്കാത്തവനുള്ള ശിക്ഷ, കള്ളു കുടിച്ചവർക്കുള്ള ശിക്ഷ, സിനിമ കണ്ടവർക്കുള്ള ശിക്ഷ, സീരിയല് കണ്ടവർക്കുള്ള ശിക്ഷ, നമസ്കാരത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് പന്ത് കളിച്ചവർക്കുള്ള ശിക്ഷ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവർക്കുള്ള ശിക്ഷ. ഈ ശിക്ഷാമുറകൾ ചിന്തിച്ചിട്ട് അവരുടെ തല പെരുത്തു പോയതാണ്. അവർ ശിക്ഷയോർത്തുകൊണ്ട് ലക്കും ലഗാനുമില്ലാതെ അവർ ഓടുകയാണ്, ഓടുകയാ. അള്ളാന്റെ റസൂല് പറയുകയാണ്, 40 കൊല്ലം ആ അദാബിലായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസം എത്ര നാളുണ്ടാകും? 40 കൊല്ലം. 40 സനത്തൻ, 40 വർഷം കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ ഊത്തുണ്ടാവുള്ളൂ. മൊത്തം എത്ര ഊത്തലാണ്? 3 ഊതലാണുള്ളത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് ഇതുപോലെ നിലകൊള്ളുന്നതായ ജനങ്ങൾ 40 കൊല്ലത്തിന് ശേഷമാണ് അടുത്ത ഊത്ത് കേൾക്കുക. ആ 40 കൊല്ലം വരെ ഇങ്ങനെയാണ് ഹാല് മറിഞ്ഞ് നടക്കാൻ. നമ്മൾ കണ്ടിട്ടില്ല ചില ഭ്രാന്ത് പിടിച്ച ആളുകളെ,
ദുനിയാവിൽ അങ്ങനെ കണ്ടിട്ട് നമുക്ക് പഠിപ്പിക്കാനാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവസാന കാലഘട്ടത്തിലുണ്ടാകുന്ന ആളുകളാണ് ഇതൊക്കെ അനുഭവിക്കുക. ചില ആളുകൾ പറയാറുണ്ട് അവസാന കാലഘട്ടം വന്നായിരുന്ന കൊള്ളാം, മഹദിമാം വരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വന്നാൽ കൊള്ളാമെന്ന്. വന്നാൽ അവസാന കാലഘട്ടം മഹദിമാം വന്നാൽ മാക്സിമം പോയാൽ 7 അല്ലെങ്കിൽ 9 കൊല്ലമാണ് മഹദിമാം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനാണ്, മനസ്സിലായിക്കോ. പെട്ടെന്ന് തന്നെ ലോകം അവസാനിക്കും. അതുകൊണ്ട് എന്ത് വേണ്ട, നമ്മൾ ധൃതി കൂട്ടണ്ട, ലോകാവസാനത്തിന് ധൃതി കൂട്ടണ്ട. അതല്ലേ നബിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ, മത്ത സാഅത്തു, ലോകാവസാനം എപ്പോഴാണ്? നബി ചോദിച്ച ഉടനെ എന്താ, മാതാ അദത്തലഹ, നീ ഇതിനു വേണ്ടി വല്ല തയ്യാറെടുത്തോ, നീ നിസ്കരിച്ചോ, നീ ഇബാദത്തെടുത്തോ, വല്ലതും ചെയ്തെങ്കിലല്ലേ ചോദിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ധൃതി പിടിക്കണ്ട. എന്തു വേണം, വല്ല അമലും ചെയ്തു കൂടിക്കോ. നമ്മൾ നമ്മുടെ സമയങ്ങളെ ശരിക്കും മുഖവിലേക്കെടുക്കുക. അൽ വഖ്തു അൻഫാസുൻ ഇല്ലം തഖ്തഅഹു ഖതഅക. സമയം വളരെ വിലപ്പെട്ടതാണ്, അമൂല്യമായ സമയങ്ങളാണിത്. ഒരു സെക്കൻഡ് പോലും കളയാൻ പാടില്ല. ഇല്ലം തഖ്തഅഹു ഖതഅക. ഈ വിലപ്പെട്ട സമയങ്ങളെ നീ നന്മയിൽ അധിഷ്ഠിതമായി മുറിച്ച് കടന്നില്ലെങ്കിലും നിന്നെ ആ സമയങ്ങൾ മുറിച്ച് കടക്കും. നീ ഒന്നും ചെയ്തില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നാലും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലോകാവസാനം അടുക്കുമ്പോൾ ഒരു വർഷം ഒരു മാസമായി തോന്നുമെന്നാണ്. തോന്നുന്നില്ലേ? ഉണ്ടോ? ഒരു മാസം ഒരാഴ്ചയായി തോന്നും. നബി മുഹമ്മദ് മുസ്തഫ. ഒരാഴ്ച നിനക്കൊരു ദിവസമായി തോന്നും. നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം ഒരു മണിക്കൂറായി തോന്നും. നബി മുഹമ്മദ് മുസ്തഫ. ഒരു മണിക്കൂർ ഒരു മിനിറ്റായി തോന്നും. നബി മുഹമ്മദ് മുസ്തഫ. ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയോ? ഇപ്പോൾ ആയോ എന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക് നോക്കട്ടെ, എത്ര പേർക്ക് ആ അഭിപ്രായമുണ്ട്? നിങ്ങൾക്ക് ആർക്കും അഭിപ്രായം ഇല്ലേ? ഉണ്ട്. ചിലർക്ക് അതിനെ പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കുടുങ്ങുമെന്ന് കരുതിയിട്ട് പറയാതിരിക്കാൻ അല്ലേ? ആ അഭിപ്രായം ഇല്ലേ? ഉണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാഴ്ച എന്ത് പെട്ടെന്നാണ് പഴിക്ക് പോയത് അല്ലേ, ഒരു മാസം എന്ത് പെട്ടെന്നാണ്. അള്ളാഹു, ഒരു വർഷമായോ അവർ മരിച്ചിട്ട്? ഒരു വർഷമായോ? ഒരു കൊല്ലം ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ അല്ലേ. അപ്പ മരിച്ചിട്ട് 1 വർഷമായി, ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലമായോ? ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നല്ലോ. എന്താ കാര്യം യഥാർത്ഥത്തിൽ വർഷവും മാസവും ഈ തീയതിയൊക്കെ കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ട്. എല്ലാ മാസവും അതാത് മാസങ്ങൾ 30 ദിവസം തന്നെ കറക്റ്റായി പോവാൻ. ഇപ്പം കാപ്പാട് നമ്മുടെ ഖാദി പ്രഖ്യാപിച്ചതിന് പ്രകാരം നാളെ ജമാദുൽ ഊല 1 നാളത്തെ ദിവസം, അഥവാ ഇന്നത്തെ രാത്രിയിൽ പ്രവേശിച്ചിരിക്കാൻ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ മാസങ്ങൾ കറക്റ്റായി നമുക്ക് ലഭിച്ചു. ഓരോ മാസങ്ങളും കറക്റ്റായി കിട്ടുന്നുണ്ട്. ദിവസത്തിലെ സമയങ്ങളും കറക്റ്റാണ്. 24 മണിക്കൂർ തന്നെയുണ്ട്. പക്ഷെ നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവനയിലും ദിവസങ്ങളും മാസങ്ങളും പെട്ടെന്നായി പോയതായി തോന്നും. നബി തങ്ങൾ പറഞ്ഞതും അതാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ ലോകാവസാനം അടുത്തു എന്നതിന് തെളിവാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ ഒരു സ്വപ്ന ജീവിയെ പോലെ ജീവിച്ചങ്ങനെ പോവാൻ, എന്തോ ഒരു സ്വപ്ന ലോകത്ത് പോലെ. ഇത് അമൽ ചെയ്തില്ലെങ്കിൽ പോയി, നമുക്കാണ് നഷ്ടം. നമ്മുടെ സമയം വെറുതെ പോവാൻ. അതുകൊണ്ട് ഉള്ള സമയം ഇബാദത്തിലായി കഴിയട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1,00,000 തഹ്ലീൽ ചെല്ലാൻ വേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റിവെക്കണം, നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നാം ഓതണം, ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ. അത് ഉപകരിക്കും അയിമ്മത്തുൽ രേഖപ്പെടുത്താൻ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് മരണപ്പെട്ട വാപ്പാക്കും ചെയ്യണം, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും ചെയ്യണം. ഏത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള സൂറത്താണത്. ഏത്? സൂറത്തുൽ അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു ഓതാൻ തൗഫീക്ക് തരട്ടെ. 1,00,000 ഓതി തീർക്കണം. നാളെ തന്നെ കുറ്റിയിരുന്ന് ഓതാനല്ല, സമയം പോലെ അതിനൊരു ചിട്ട വെക്കണം. ഒരു ദിവസം ഒരു 100 എണ്ണം അങ്ങനെ ഒന്ന് ചെരി വെച്ച്. ഇതൊക്കെ ഞാൻ അമലിന് പറയാണ് ഇടയ്ക്ക്. കാരണം ഒരു വാത് കേട്ട് പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അമലിനൊന്നും കിട്ടാതെ വരരുത്, അതിനുവേണ്ടി പറയുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സലാത്തുകൾ അധികരിപ്പിക്കാൻ, നബി തങ്ങളുടെ ശുപാർശ ഷഫാഅത്ത് കിട്ടാനത് കാരണമാണ്.
الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 കൊല്ലമാണ് ജനങ്ങൾ പേടിച്ച് നിലകൊള്ളുക, ഭയവിഹ്വലരായി നിലകൊള്ളുക. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്ത്. രണ്ടാമത്തെ ഊത്ത് ഏതാ? നഫ്ഖത്തു സഅഖ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. എല്ലാവരും മരിപ്പിക്കുകയാണ്, തീർക്കുകയാണ് അതോടുകൂടി. ഒക്കെ മനസ്സിലാക്കണം. നമ്മൾ അവസാനത്തെ കാലഘട്ടത്തിൽ ഉമ്മത്താകാൻ വേണ്ടി പരിശ്രമിക്കേണ്ട, എന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞും ദുആ ചെയ്യണ്ട. കാരണം അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയ തീഷ്ണമായ പരീക്ഷണങ്ങളായിരിക്കും. മനസ്സിലാക്കണം. അതിൽ ഈമാനില്ലാത്തവൻ തെറ്റിപ്പോവും. ദജ്ജാലൊക്കെ കടന്നു വന്ന് ഫിത്നയിലാക്കാൻ തുടങ്ങിയാൽ അദാബാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് അതിനുവേണ്ടി മത്സരിച്ച് നിൽക്കണ്ട, അതിനുവേണ്ടി ആരും മത്സരിക്കണ്ട. മനസ്സിലായിക്കോ? നമ്മൾ കിട്ടുന്ന അവസരം നല്ലതുപോലെ ഇബാദത്തെടുത്ത് മുന്നേറുക. നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കണം. ബാങ്ക് വിളിച്ച് അവ്വൽ വക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ പരാജയപ്പെട്ടതാകുന്ന അഹ്ലുകാരെ ഞങ്ങളിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. പരാജയത്തിൻ്റെ അഖിലകാരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളിൽ പരാജയത്തിൻ്റെ അഖിലകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഖാലൂ, സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, വമനിശ്ശഖിയൽ മഹ്റൂം, ആരാണ് ഈ പരാജയപ്പെട്ടവരൊന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, താരിഖുസ്സലാ, താരിഖുസ്സലാ, നമസ്കാരത്തെ ഒഴിവാക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവരാണ് പരാജയപ്പെട്ടവർ. അവരെ എന്നിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കാരം ഇല്ലാത്ത കൗമ്, ബാക്കിയെല്ലാം ഉണ്ട്. നേർച്ച ചോറൊക്കെ വാങ്ങാൻ ഫ്രണ്ടിൽ അവ്വൽ സഫിൽ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വേഗം നിർത്താൻ സമയം അതവസാനം ഉമ്മ പറഞ്ഞ കേട്ടോ, സാൻ്റെ ഹൽക്കിന് പിടിക്കല്ലേ, അത് വേറൊരു കാര്യം പറഞ്ഞേ. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങളെ ശ്രദ്ധ ഒന്ന് തിരിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ ചിലർ ഉറങ്ങുന്നവരുണ്ടാവും. അത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും. ശരിക്കും ശ്രദ്ധിക്കും. അപ്പം നിസ്കാരം കളയാൻ പാടില്ല. നിസ്കാരം 5 വഖത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ മുഖമുദ്രയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടിയും വേണ്ട. ഇന്ന് കള്ള ശൈഖന്മാർ വ്യാജ തരീക്കത്തുകൾ വിറ്റഴിച്ചുകൊണ്ട് വ്യാജ ചിഹ്നമ്മമാരും ചിഹ്ന സമൂഹത്തിൽ ഉടവെടുത്തതാകുന്ന ആളുകളും ചിഹ്നപ്പമാരും ഒക്കെ ഇന്ന് കൂടി വരുന്ന കാലഘട്ടം. ആളുകളെ പിഴപ്പിക്കാൻ, എൻ്റെ കൂടെ കൂടിക്കോ, ഞാൻ തരുന്ന ദിക്റ് ചൊല്ലിയാൽ മതി, എന്ത് വേണ്ട, നിസ്കരിക്കണ്ട. ഉണ്ട്, ധാരാളം ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 5 വഖത്ത് നിസ്കാരം വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും പോകണ്ട. 5 വഖത്ത് നിസ്കാരം മസ്റ്റാണ്. അത് കളഞ്ഞിട്ട് ഒരു പർച്ചേസിങ്ങിനും പോകണ്ട, ഒരു തുണിയെടുക്കാനും പോകണ്ട, ഒരു ആഭരണം വാങ്ങാനും പോകണ്ട. അതിൽ ബറക്കത്തില്ല, അതിൽ ബറക്കത്തില്ല. മനസ്സിലായിക്കോ? കല്യാണ പെണ്ണിന് ആഭരണം വാങ്ങാൻ പോയേക്കാണ്. ലോഹറും അസറും മഗ്‌രിബും ഒക്കെ അവിടെ കിടക്കുക. ജ്വല്ലറിക്കാർ പിന്നെ എന്ത് ചെയ്യാണ്? ബലൂണ് കുട്ടികളെ അതിലോട്ട് കൊടുക്കും. നല്ല ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒരു ചായ. ഭക്ഷണം വേണോ? വേണം, ഇങ്ങോട്ട് എത്തിക്കാം, റാഹത്ത്.
എല്ലാം അവിടെ തന്നെ സജ്ജീകരിക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് ബലൂണൊക്കെ പറപ്പിച്ച് അവൻ ജ്വല്ലറിക്കകത്തൂടെ പാടിക്കിടക്കും, നല്ല റാഹത്ത്. വൈകുന്നേരം വരെ എങ്ങനെയെങ്കിലും അവിടെ ഇരുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവരുടെ ബിസിനസ് തന്ത്രമാണ്. നീ നിന്റെ നിസ്കാരം കളയാൻ പാടില്ല. ഒരു സുന്നത്തായ കർമ്മത്തിൻ്റെ ഉപാധിയായിട്ട് നീ നിന്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ആഭരണത്തിൻ്റെ പേരിൽ നിന്റെ ളുഹറും അസറും എവിടെ പോയി? കല്യാണ പർച്ചേസിന് വേണ്ടി 4-5 വണ്ടിയിൽ കുടുംബക്കാർ നാട്ടുകാർ എല്ലാവരും കൂടെ കയറാൻ. ഇങ്ങനെ ഉള്ളതെല്ലാം ഇതിങ്ങെടുത്ത് ഇതെടുത്ത് മൊത്തം എടുപ്പിച്ച് കട മുഴുവൻ വാങ്ങിച്ച് നിലത്തിട്ടിട്ട് അവസാനം ഒരെണ്ണമാണ് എടുത്തുകൊണ്ട് പോകുന്നത്. മഗ്‌രിബാവുമ്പോൾ വിളിക്കുമ്പോൾ ഒരെണ്ണം സെലക്ഷൻ ആയിട്ടുണ്ടാവും. ആണോ അല്ലയോ? ഇത് തന്നെ കളി. എന്നാൽ അടുത്ത കല്യാണത്തിനെങ്കിലും മാറ്റമുണ്ടോ? ഇത് തന്നെ. കാരണം ഞങ്ങൾക്ക് ളുഹറും അസറും ഒക്കെ ഒന്ന് കലായി കിട്ടണം. ഇതിങ്ങെടുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ MRIയിലെങ്കിലും പോയി നല്ലൊരു കൂട്ടം ബിരിയാണിയൊക്കെ അടിച്ച് റാഹത്തായിട്ട് വീട്ടിലോട്ട് വരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതായത് ഇതൊക്കെ ഒരു സുഖം, ഒരു റാഹത്ത്, ഒരു ഔട്ടിങ്. കടപ്പുറത്ത് പോയിരിക്കുകയാണ് കുറേ പേര്. മഗ്‌രിബാവുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാനില്ല, ജമാഅത്ത് കളഞ്ഞു കുളിക്കാൻ. പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളിൽ നിന്ന് ധാരാളമായി വരുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കുട്ടികളൊക്കെ രാത്രി കിടന്ന് കീ എന്ന് പറഞ്ഞ് കരയാൻ കാരണം എന്താ? കുട്ടികൾക്കിൻ്റെ മേൽ പൈശാചിക ബാധ വരുന്നതിൻ്റെ കാരണം മഗ്‌രിബിൻ്റെ സമയത്ത് കുട്ടികളെ പുറത്തിറക്കുന്നത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ വെറുതെ പറയുന്നില്ല, സമയമില്ല. ഇല്ലെങ്കിൽ ഹദീസ് ഓതി പറയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖറബത്തിശ് ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യന്തശിറു ശയാത്വീൻ, പിശാച് പാറി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖ്തഫൂ സിബിയാനകും, നിങ്ങളുടെ ചെറിയ മക്കളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചു വെക്കണേ. വഹ്ബിസൂ മവാശിയകും, നിങ്ങളുടെ നാൽക്കാലികളെ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് ബന്ധിക്കണേ. കുട്ടികളെ വീട്ടിനുള്ളിൽ പിടിച്ചു വെക്കണം. അതുകൊണ്ട് പഴയ കാലത്തിൽ ഉമ്മമാർ പറയും, മോനെ മരുവിന് മുമ്പ് ഇങ്ങ് വരണം. സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് പിശാച് പാറി നടക്കുക. അത് കുട്ടികളിലാണ് പെട്ടെന്ന് സ്വാധീനം ചെലുത്തുക. അതുകൊണ്ട് ആ സമയത്ത് കുട്ടികളെ മുറ്റത്ത് പോലും വെളിയിലിറക്കി കളിപ്പിക്കരുത്. ഇതെവിടെയുള്ള? ഞങ്ങൾ വെളിയിലിറക്കില്ല സാറേ, കടപ്പുറത്ത് കൊണ്ടുവന്ന് തിരയെണ്ണു വെള്ളത്തിൽ കളിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഹലാക്കായി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആണോ അല്ലയോ? ആണ്. ഹദീസാൻ, ഇദാ ഖറബത്തിശ് ശംസു യന്തശിറു ശയാതീനു ഫഖ്തഫൂ സുബിയാനകും വഹ്ബിസൂ മവാശിയകും, നിങ്ങളുടെ നാൽക്കാലികൾ, പശു, ആട്, പോത്ത് ഇതൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ ആലയിൽ കൊണ്ടുവന്ന് നേരത്തെ ബന്ധിക്കുകയും വേണം. കാരണം അതിനും ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറ ഇതൊന്നുമില്ല. നമ്മൾ നിസ്കാരയിലൊന്നുമില്ല ഇങ്ങനെ കറങ്ങി നടക്കാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, മുഅ്മിനീങ്ങൾ വിജയിക്കണോ. ഖദ് അഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون
الذين يرثون الفردوس الذين يرثون الفردوس هم فيها خالدون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചവത്രേ. ചോമ്പാലയിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിജയിക്കാൻ കാരണമെന്താണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള മുഅ്മിനീങ്ങളുണ്ടോ, മുഅ്മിനാത്തുകളുണ്ടോ, അവർ വിജയിച്ചവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അടയാളങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അവസാനമായി പറയുകയാണ്, വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നവരെ, നമസ്കാരത്തെ ഗൗനിക്കുന്നവരെ, നമസ്കാരത്തെ വൃഥാവിലാക്കാതെ പോകുന്നവരെ, നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന മുഅ്മിനീങ്ങളുണ്ടോ, ഉമ്മമാരുണ്ടോ? ഏത് തിരക്കുകൾ വന്നാലും, ഏത് കല്യാണങ്ങൾ വന്നാലും, ഏത് സദസ്സുകൾ വന്നാലും എനിക്കെന്റെ നമസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞ് 5 വഖത്ത് നമസ്കാരങ്ങൾ അതാത് സമയങ്ങളിൽ ഗൗനിക്കുന്ന മുഅ്മിനീങ്ങളെ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഉലൈക ഹുമുൽ വാരിസൂൻ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തര സ്വത്ത് നൽകുകയാണ്. ഏതാണ് ഈ അനന്തര സ്വത്ത്? ചോമ്പാല ഗ്രാമത്തിൽ പ്രവിശാലമാക്കപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി അല്ലാഹു നിനക്ക് നൽകുകയാണോ? അല്ല, അല്ല. വടകര ടൗണിൽ നിനക്ക് 2-3 കടമുറികൾ അല്ലാഹു നിനക്ക് അനന്തര സ്വത്ത് നൽകുകയാണോ? ഒരിക്കലുമല്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിനക്കൊരു ഏക്കർ ഭൂമി അല്ലാഹു പതിച്ചു നൽകുകയാണോ? ഒരിക്കലുമല്ല. അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലദീന യരിസൂനൽ ഫിർദൗസ് അല്ലദീന യരിസൂനൽ ഫിർദൗസ്. ഈ ദുനിയാവിൽ സർവരും കൊതിക്കുന്നതായ അതിശ്രേഷ്ഠമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നിനക്ക് നൽകുകയാണ്. മഹനീയമായ സ്വർഗം അല്ലാഹു നിനക്ക് നൽകി ആദരിക്കുകയാണ്. നിന്റെ നാട്ടുകാരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ സമൂഹമുണ്ട്, നിന്നെ കളിയാക്കിയവരുണ്ട്, നിന്നെ ചീത്ത വിളിച്ചവരുണ്ട്, നിന്റെ അയൽവാസികളുണ്ട്, നിന്റെ ബന്ധുമിത്രാദികളുണ്ട്, നിന്നോടൊപ്പം സഹവസിച്ച് പഠിച്ചതാകുന്ന നിന്റെ കൂട്ടുകാരികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈ കാലഘട്ടത്തിലെ ജനങ്ങളുണ്ട്, വരാനിരിക്കുന്ന ജനകോടികളുണ്ട്, കഴിഞ്ഞു പോയതാകുന്ന ജനസഹസ്രങ്ങളുണ്ട്. എല്ലാവരും നോക്കി നിൽക്കെ അല്ലാഹു നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുകയാണ്. കേവലം 2 കൊല്ലം താമസിച്ചിട്ട് ഇറങ്ങാൻ അല്ലാഹു പറയുന്നില്ല. 5 കൊല്ലത്തേക്കുള്ളതാകുന്ന ഒറ്റയ്ക്ക് നീ കയറിയതല്ല. ഹും ഫീഹാ ഖാലിദൂൻ. നിനക്ക് ആ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഒരാളുമില്ല, ഒരാളുമില്ല. നീ ആ സ്വർഗത്തിൽ ശാശ്വതത്വമുള്ളവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. പാങ്ക് വിളിച്ച അപ്പം നിസ്കരിക്കണം. എന്തിനാ ഇപ്പം ഈ പള്ളിയൊക്കെ അല്ലാഹു തന്നിരിക്കുന്നത്? 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിക്കാനാണ്. എന്നിട്ട് എത്ര പേര് മോഹ്സിൻ ഉസ്താദിനോടൊപ്പം നിസ്കരിക്കാനുണ്ട്? ചിന്തിക്ക്. എത്ര പേര് ജമാഅത്തുകൾക്കുണ്ട്? ഇന്നിപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഇങ്ങോട്ട് ജുമഅ പോലും കളഞ്ഞു കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ ബിഗൈരി ഉദ്രിൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. ആവശ്യമില്ലാതെ, കാരണമില്ലാതെ 3 ജുമഅകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീല് വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഞാൻ പണിക്ക് പോയതാ, അതുപോയതാ, ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ അവിടെ പോയതാ ഉസ്താദ്, ഇവിടെ പോയതാ, വൈകിപ്പോയി. 3 ജുമുഅ ആവശ്യമില്ലാതെയാണ് നീ ഒഴിവാക്കിയത് എങ്കിൽ നിന്നെ കാഫിറായിട്ട് സീല് വെക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്വഹാബത്തിന്റെ കാലത്ത് ജമാഅത്തിന് വരാതെ പിന്തുന്ന ആളുകളെ അവർ മനസ്സിലാക്കുക ആരാണെന്നാണ്? മുനാഫിക്ക്, ഏറ്റവും വലിയ കപടവിശ്വാസി അവനാണെന്നാണ്. നിസ്കാരം ഇല്ലാത്തവനെ അല്ല, ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തവനെ മുനാഫിക്കായിട്ട് എണ്ണിയിരുന്നു സ്വഹാബത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ പേരെന്ത് വരേണ്ടി വരും? മുനാഫിക്ക് എന്ന് വിളിക്കേണ്ടി വരും. അള്ളാഹു ആക്കട്ടെ. കാരണം പള്ളിയിലില്ല, ഞാൻ കരിച്ചായിരുന്നു, അത് കാര്യമില്ല. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചു, അവ്വല് വക്കത്തിൽ നിസ്കരിക്കണം. ളുഹർ നിസ്കാരം അസ്റിലേക്ക് വെച്ച് ചേർത്ത് നിസ്കരിക്കരുത്. യാത്രക്കാർക്ക് ഇളവുണ്ട്. അല്ലാതെ വീട്ടിലിരിക്കുന്നു ആവശ്യമില്ലാതെ ഫനായും ബസാദും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ളുഹറും അസ്റും അല്ലെങ്കിൽ മഗ്രിബ് ഇശാവും ഒക്കെ ചേർത്ത് വെച്ച് അടിക്കുക. അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, നിസ്കാരമൊക്കെ പറയാൻ ഒരുപാടുണ്ട്, ഡസൻ കണക്കിന് ആയത്ത് ഹദീസുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ഒക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൻ്റെതാകുന്ന താക്കോലാണ് നിസ്കാരം. ആ നിസ്കാരം ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റൂല. ഒരു വീട് ഉദ്ഘാടിക്കണമെങ്കിൽ ആ വീടിൻ്റെ താൽക്കോല് വേണം. അകത്തോട്ട് കടക്കണമെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്, എങ്കിലേ സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. മിഫ്താഹുൽ ജന്നത്തി അസ്സലാ, സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ താക്കോല് നമ്മൾ കളഞ്ഞു, അത് കറക്റ്റല്ല. ഫർളും സുന്നത്തും ഒന്നുമില്ല. എടോ, ഈ ഫർളും സുന്നത്തുകളും ഒക്കെ എടുക്കുമ്പോഴാണ് യഥാർത്ഥ വലിയായി മാറാൻ പറ്റുക.